ഒരാൾക്ക് ആനന്ദഭൈരവി കൊടുത്താൽ ഇയാളുടെ ബ്ലഡ് പ്രഷർ കുറയുന്ന ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. ആനന്ദഭൈരവി രാഗം പാടിക്കഴിഞ്ഞാൽ പക്ഷേ മറ്റൊരാൾക്ക് ഒരുപക്ഷെ ആനന്ദഭൈരവി കേട്ടാൽ ഇഷ്ടപ്പെടുമായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുണ്ടായി, അതായത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ, ആ പാട്ട് കേട്ടാൽ അവർക്ക് വളരെ അവരുടെ മനസ്സ് കാമാവും, ശാന്തവും. പക്ഷേ ഇതെനിക്ക് യൂണിവേഴ്സലായിട്ട് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റില്ല. എനിക്കൊരു കോസ്റ്റൽ വില്ലേജിൽ പോയിട്ട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനൊരു, അതായത് സബ്ജക്റ്റ് ഇൻഡ്യൂസ്ഡ് മ്യൂസിക്, അതും തെറാപ്പി എന്ന് പോലും പറയാൻ പറ്റില്ല. അത് ഒരു ഫങ്ഷനിലായിട്ട് മറ്റ് തെറാപ്പിയോടൊപ്പം സപ്ലിമെൻ്റ് ചെയ്യാൻ മാത്രമേ മ്യൂസിക്കിന് സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ സയൻസിനെ ഇത് എയ്ഡ് ചെയ്യണമെന്നേ ഉള്ളൂ. മ്യൂസിക് ബിക്കംസ് എ ടൂൾ ടു എയ്ഡ് തെറാപ്പി. മ്യൂസിക് ആസ് എ തെറാപ്പി എന്ന് നമ്മളൊരു ജനറലായിട്ട് വിളിക്കണേ ഉള്ളൂ. Krishna was researching on this topic, no, as far as I have read about him. മ്യൂസിക് ആസ് തെറപ്പി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിന് ഒരുപാട് he tried to explore into that. No, I agree. ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ യൂണിവേഴ്സാലിറ്റി, ഇപ്പം ഇപ്പോൾ ഡോളോ കൊടുത്താൽ നമുക്ക് ടെമ്പറേച്ചർ കുറയും എന്നുള്ളത് വളരെ, there is a clear linear അല്ലേ, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ ആ റിലേഷൻഷിപ്പ് മ്യൂസിക്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു രാഗമായിട്ട് മാറാം, അല്ലെങ്കിൽ ഒരു പാട്ടായിട്ട് മാറാം. അപ്പോൾ യു ക്യാൻ ഓൺലി, അത് ചിലപ്പോൾ ഒരു 10 പേർക്ക് അത് ഇഫക്റ്റീവ് ആയിരിക്കും, പക്ഷെ അത് ഇഫക്റ്റീവ് ആണ്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ അത് യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട് ഓവർ 1 million ലൈക്ക് എ വാക്സിൻ. അത് പറ്റില്ല എന്നാണ്, ദാറ്റ് ഈസ് വാട്ട് ഐ മെൻറ്റ്. ഒരു യൂണിവേഴ്സാലിറ്റി ഇല്ല എന്നല്ലേ? അതെ. അങ്ങനെ വരുമ്പോഴും there are legendary tales of Tanseen പാടി മഴ പെയ്യിപ്പിച്ചു. You yourself have sang ആനന്ദ ഭൈരവി, മറ്റേ അമൃതവർഷിനിയുടെ പിന്നെ മെയിൻ തിങ് മഴയുടെ രാഗമായിട്ടാണ് പറയുന്നത്. അപ്പൊ അതിന്റെ കണക്ട് എന്താണ്? മഴ പെയ്യിച്ചു എന്നൊക്കെ പറയുന്നില്ലേ? അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ മഴ പെയ്യിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ മഴ പെയ്യിപ്പിക്കാനുള്ള ശേഷി സംഗീതത്തിനുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഉത്തരമായല്ലോ. ബട്ട് ഇറ്റ് ബ്രിങ്സ് യു ദാറ്റ് ഫീലിംഗ് ദാറ്റ് ഇറ്റ് ഈസ് റെയിനിങ് ഇൻസൈഡ് യു, ദ മോൺസൂൺ ഇസ് ഇൻസൈഡ് യു. അതാണ് അതിന് വിശേഷിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ഇപ്പം ദീപകം, നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം നിങ്ങൾക്ക് ഈ രാഗം കേട്ടാൽ കാണുമാറാകട്ടെ, കേൾക്കുമാറാകട്ടെ എന്നുള്ളതാണ് അതിൻ്റെ ഐഡിയ. യു കനോട്ട് റിയലി ബിലീവ് ദാറ്റ് ഇഫ് യു സിങ് അമൃതവർഷിനി it's going to rain, although it has happened. ആക്ച്വൽ ഇൻസിഡന്റ് പറയാറില്ലേ നമ്മുടെ നെയ്യാറ്റിൻകര പാടിയ സമയത്ത്? സാവേരി പാടി, അതാ പറഞ്ഞ സാവേരി പാടിയിട്ട് മഴ. പക്ഷേ ഇതൊക്കെ അതാ ഞാൻ പറയണം, അവിടെ ഈ ശാസ്ത്രവും ആർട്ടും തമ്മിലുള്ള ബേസിക്കലി ഫെയ്ത്തിൻ്റെ ഇഷ്യൂ ആണത്. അപ്പോൾ അവിടെ എനിക്ക് ഫെയ്ത്ത് വർക്ക് ചെയ്യില്ല. ഐ ഇമ്മീഡിയറ്റ്ലി ബിക്കം എ സയൻറ്റിസ്റ്റ്. സോ എൻ്റെ വളരെ കൃത്യമായിട്ടുള്ള വിശ്വാസമാണ്, ഞാൻ ഇപ്പോൾ പാടിയാൽ മഴ പെയ്യും എന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല. ബിക്കോസ് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ദാറ്റ് സയൻസ് സോർട്ട് ഓഫ് ക്രീപ്സ് ഇൻ ടു മീ. What was your attraction to Amritavarshini? Because that was one of your very popular productions, Monsoon and another. What was your attraction to that? Basically അമൃതവർഷിണി വളരെ രഞ്ജകമായിട്ടുള്ളൊരു രാഗം തന്നെയാണ്. അപ്പോൾ അതിനൊരു നമ്മുടെ നേരത്തെ ഇപ്പോൾ അനിൽ പറഞ്ഞ ഒരു സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി എടുത്താൽ അമൃതവർഷിണിക്ക് മഴയായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാവിടെയും പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ ആൽബം ഞാൻ ചെയ്യണത് മഴയെക്കുറിച്ചുള്ളൊരു ആൽബമായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ബൈ ഡിസൈൻ ദാറ്റ് അത് അമൃതവർഷിണി ഒരു ബ്യൂട്ടിഫുൾ രാഗമാണ്, എൻ്റെ ഐഡിയ ആയിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അത് can you just sing it for us? ആനന്ദാമൃത കർഷിണി അമൃതവർഷിണി ആനന്ദാമൃത കർഷിണി അമൃതവർഷിണി ഹരാദിപൂജിതേ ശിവേ ഭവാനി ആനന്ദാമൃതകർഷിണി അമൃതവർഷിണി. മഴ പെയ്തോ?
ഇല്ലല്ലോ. മനസ്സിൽ പെയ്തു തുടങ്ങി. അങ്ങനെ മ്യൂസിക്കിന് ഡീപ്പർ കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ടോ? ബിക്കോസ് isn't that connected more to mysticism than to the scientific aspect? Yeah, that's what I'm saying. So അപ്പോൾ അവിടെ ശാസ്ത്രമൊന്നുമില്ല എൻ്റെ മുമ്പിൽ. സോ എൻ്റെ മുമ്പിൽ ഒന്നുമില്ല. സോ ഐ എം ട്രൈങ് ടു ഒരു മെഡിറ്റേറ്റീവ് ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ മ്യൂസിക്കിനെ കാണുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. സോ ദാറ്റ് ആൻഡ് if I'm to use this expression that I'm not looking at what audience expect from me. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ഉള്ളിലേക്കുള്ളൊരു ജേർണിയിൽ മാത്രമേ നോക്കണുള്ളൂ എന്നുള്ളൊരു നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇറ്റ് ഈസ് അപ് ടു ദ ലിസ്ണർ ടു കം അലോങ് വിത്ത് മീ. ഐ എം ഫൈൻ ഇഫ് ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഈതർ. ബട്ട് സോ ഫാർ ഞാൻ പറയണത് അതായത് നമ്മളിങ്ങനെ എനിക്ക് ഇതൊക്കെയാണ് കാണിക്കാനുള്ളത് എന്നുള്ളൊരു അത് കഴിഞ്ഞതിന് ശേഷം എനിക്കിപ്പോൾ മ്യൂസിക്കിനെ കുറച്ചുകൂടി അതിൻ്റെ നുവാൻസിലേക്കാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം. ഒരു രാഗത്തിൻ്റെ നുവാൻസ്, അതിൻ്റെ ഷോർട്ടസ്റ്റ് പോസിബിൾ. ഐ വാസ് ടെല്ലിങ് പൂജ ടുഡേ മോർണിംഗ്, ഹൗ ഡു യു ക്രിയേറ്റ് ദ shortest expression of a ragam within the briefest period of time, if there is a word like that. ഏറ്റവും എസെൻസ് എങ്ങനെയാണ് നിങ്ങൾ ഒരു രാഗത്തിൻ്റെ എസെൻസ് പാടിയാൽ ആ രാഗമാണെന്ന് വരികയാണെങ്കിൽ അത് കണ്ടുപിടിക്കുക. അത് നമ്മുടെ സാധന കൊണ്ടേ പറ്റുള്ളൂ. സോ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. പാടാൻ പറ്റില്ല ഇപ്പം ഞാൻ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഇറ്റ് ടേക്സ് ടൈം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കൃതി കൊണ്ട് പറയാം. ഇപ്പോൾ കൃഷ്ണ നീ ബേഗനി ബാറോ, ഇതിലേതാ നുവാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച പോലെയല്ല ഞാനിപ്പോൾ പാടുന്നത്. സോ ദ നുവാൻസ് ഈസ് ഫോർ ദി ആർട്ടിസ്റ്റ് ടു എക്സ്പീരിയൻസ്. അത് ചിലപ്പോൾ കേൾക്കണ ആൾക്ക് ഒരു പാട്ടായിട്ട് തന്നെ തോന്നുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ചാണ് അതിൻ്റെ നുവാൻസ് വരുന്നത്. കൃഷ്ണ കൃഷ്ണ നീ. അപ്പോൾ ഇതൊക്കെ സംഗതികളാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലും ഇപ്പം ഞാൻ പാടിയത് പെർഫെക്റ്റ് അല്ല എന്നുള്ള ഫീലിങ്ങാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിലേക്ക് ചിലപ്പോൾ ഒരു കച്ചേരിയിൽ ഒരു 10 സെക്കൻഡൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റിൽ നമ്മളെത്തുക. that I have lost the consciousness of my surroundings. ഞാൻ ഏതോ ഒരു അലൗകികമായിട്ടുള്ളൊരു മൊമെൻറ്റ് എനിക്ക് സമ്മാനിക്കാൻ ഈ കച്ചേരിക്ക് സാധിച്ചു. അത് മോർ ദാൻ മൈ അച്ചീവ്മെൻറ്റ്. ആ എക്സ്പീരിയൻസ് അവിടെ സംഭവിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. അതിനൊരു കാരണഭൂതരായ ആളുകളും സറൗണ്ടിങ്സും ഞാനും കൂടി അവിടെ അത് സംഭവിക്കാൻ. Is it becoming too? No, but is there a trance state like that in music? Like Oh yes, absolutely yes. You experience? Can you tell us a little about that? അതിന് അവാച്യാണ്. അതായത് അതിനൊരു എക്സ്പ്രഷൻ പറയാൻ പറ്റില്ല. അതിന് സങ്കടവും ഇല്ല, സന്തോഷവും ഇല്ല. അങ്ങനത്തെ ഒരു സ്റ്റേജാണ് അത്. സംഗീതത്തിൽ പല സന്ദർഭങ്ങളിലും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ പാടാൻ പറഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഐ കനോട്ട്, ഐ ഹാവ് ടു സേ ദാറ്റ് നോ, അങ്ങനെയല്ല. അതൊരു എവിടെന്നോ വരുന്നൊരു സന്ദർഭമാണത്. it's maybe momentary, but it happens, definitely happens. Is that what people used to say, there's a connect between music and spirituality, like ഇത്രയും കാലം ത്യാഗരാജസ്വാമികളും അതുപോലെ പലരും അവർ ഒരു ട്രാൻസ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു സമാധി അവസ്ഥയിലെത്തി പാട്ടിൽ കൂടി എന്ന് പറയുമ്പോൾ അതൊരു ദൈവികത കൊടുക്കുകയും അതിൻ്റെ accompanying that there started becoming a sort of divinity associated with music. Okay, that's I think that's a separate thing. അത് ഞാൻ വേറൊരു കാര്യത്തിനോട് പാരലായിട്ട് പറയാം. ഡോക്ടർ അരുൺ ഉണ്ട്. ഹീസ് സൈക്യാട്രിയാണ്. ഹീസ് ഇൻ ലണ്ടൻ. അപ്പോൾ മൂപ്പരൊരു കാര്യം പറഞ്ഞത് എന്താ വെച്ചാൽ സർജൻസിന് സർജറി സമയത്ത് ചില എപ്പിഫനിക് മൂമെൻറ്റ്സ് ഉണ്ട്. they really don't know that they are suturing or they're actually doing it. അവർക്ക് കോൺഷ്യസ് അല്ല. അവരുടെ
ഞാൻ ഈ പറയുന്ന തലം അവർക്കും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. സോ യു ആർ ആക്ച്വലി എന്താ പറയുക ഡീലിംഗ് വിത്ത് ലൈഫ് ഹിയർ. പക്ഷേ അവർക്കും അങ്ങനത്തെ എപ്പിഫനിക് മൊമെൻ്റ് ഉണ്ട്, സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരുപക്ഷെ ഡോക്ടറെ നമ്മൾ ദൈവമാണെന്ന് പറയണതിൻ്റെ ഒരു കാര്യം അതായിരിക്കാം. അത്രയ്ക്ക് ഉള്ളൊരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ ഡോക്ടറെ പ്ലേസ് ചെയ്യുന്നത്. സോ യെസ്, ഡോക്ടറെ ദൈവം എന്ന് വിളിക്കുന്നവർക്ക് ത്യാഗരാജസ്വാമിയെ ദൈവം എന്ന് ഉറപ്പായിട്ടും വിളിക്കാം. ദൈവത്തിന്റെ കൈ ഉണ്ട്. അതെ 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 ശരിക്കും മതിമറന്ന് പാടുക എന്ന് അതെ 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 പറയുന്നത് അത് തന്നെയാണ് അതെ അതെ